പട്ടാള അട്ടിമറി കൊണ്ട് ഒരു ലോകകപ്പ് ജയിക്കാൻ പറ്റും? എന്നാ അർജന്റീനയ്ക്ക് ജയിക്കാൻ പറ്റും. 1978 ലോകകപ്പ് കളിച്ചു നേടിയതല്ല, പട്ടാള അട്ടിമറിയോടെ നേടിയതാണ്. ഏകാധിപതിയായ ഒരു ഭരണാധികാരി എങ്ങനെ ഒരു ലോകകപ്പ് കൊണ്ടുപോയി അർജന്റീനയുടെ മുന്നിൽ അടിയറവ് വെക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന ലോകകപ്പ്. അർജന്റീനയിൽ ഡേർട്ടി വാർ നടക്കുന്ന സമയമായിരുന്നു അത്. 10,000-കണക്കിന് ജനങ്ങളെ സൈനികർ കൊന്നുതള്ളി. ആ പ്രതിച്ഛായ മാറ്റാൻ വേണ്ടിയിട്ട് അവർക്കൊരു ലോകകപ്പ് നിർബന്ധമായിരുന്നു. പണവും ഗോതമ്പും കൊടുത്ത് ഒരു രാജ്യത്തെ മൊത്തം ഇവർ വിലക്കെടുത്തു. 3-1 ജയിച്ച ബ്രസീലിനേക്കാൾ ഗോൾ ഡിഫറൻസിൽ ഫൈനലിൽ എത്തണമെങ്കിൽ അർജന്റീനയ്ക്ക് 5-6 ഗോളിന് ജയിക്കണമായിരുന്നു. പെറുമായ മത്സരത്തിൽ 6-0 ജയിച്ചത്. പെറുവിന്റെ ഗോൾ കീപ്പർ ആയിരുന്നത് ഒരു അർജന്റീനൻ വംശജനുമായിരുന്നു. ഈ സമയത്ത് കഴിയേണ്ട അർജന്റീനയും ബ്രസീലിന്റെയും കളി സമയമാറ്റം വരുത്തി ബ്രസീലിന്റെ കളി ആദ്യം വെക്കുകയും അത് കഴിഞ്ഞ് എത്ര ഗോൾ ഡിഫറൻസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി പെറുവായിട്ടുള്ള മത്സരം രണ്ടാമതായിട്ട് വെച്ചതും ഫിഫയുടെയും അർജന്റീനയുടെ ഭരണാധികാരിയുടെയും കള്ളക്കളിയായിരുന്നു. ആദ്യത്തെ ചതി വരുന്നത് യോഹാൻ ക്രൈഫിന്റെ വീട്ടിലേക്ക് ആയുധധാരികളായ കുറച്ചു പേര് കയറി വന്ന് ഭീഷണിപ്പെടുത്തി അവരുടെ വീട്ടുകാരെ ബന്ദികളാക്കി വെച്ചു. ആ കാരണം കൊണ്ട് യോഹാൻ ക്രൈഫ് ഡച്ച് ഫുട്ബോളിന് വേണ്ടിയിട്ട് കളിക്കാൻ ഇറങ്ങിയില്ല ലോകകപ്പിന്. അതേ കുടിലമായ നീക്കം അവർ ഫൈനലിൽ നടത്തി. ഫൈനലിൽ നെതർലാൻഡ്സ് ആയിരുന്നു എതിരെ. നെതർലാൻഡ്സിന്റെ ടീം സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതിന് മുന്നേ അവരുടെ ബസ് കൊണ്ടുപോയി നിർത്തിയത് അർജന്റീനൻ ആരാധകരുടെ നടുവിൽ. അവരെ മാനസികമായി തളർത്തുകയും കളിക്കാനുള്ള എല്ലാ ആത്മവിശ്വാസവും തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം വെച്ചിട്ടായിരുന്നു. അതിൽ അവർ വിജയിക്കുക ചെയ്തു. ഫിഫയും റഫറിമാരും മൗനാനുവാദവും കൂടി നൽകിയതോടെ അർജന്റീനയ്ക്ക് എല്ലാം സുഖമായി. ആ ലോകകപ്പ് അർജന്റീന ചതിച്ചും പിന്നെന്ന് കുത്തിയും പണം കൊടുത്തും വാങ്ങിയതാണ്. 1986 ലോകകപ്പിന്റെ നാറ് ചരിത്രം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മറഡോണയുടെ ദൈവത്തിന്റെ കൈ. ഇംഗ്ലണ്ടുകാരുടെ മനസ്സ് ഇപ്പോഴും നീറിപ്പകയുന്നുണ്ട് ആ ഒരൊറ്റ ഗോള് കാരണം. 78-ലെയും 86-ലെയും ലോകകപ്പ് റിഗ്ഡ് ആണ്. ഇവര് ചതിച്ചു വാങ്ങിയതാണ്.